ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഈദാശംസകൾ. ഇന്ന് പെരുന്നാളാണ്, അപ്പോൾ എല്ലാവരും തിരക്കിലായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദാശംസകൾ നേരുന്നു. അപ്പോൾ അതാ നമ്മൾ ഇന്ന് ഈ ഒരു മോഡൽ മാലയാണ് ചെയ്യുന്നത്. ഡബിൾ സൈഡ് മാലയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും പെരുന്നാളിൻ്റെ ഒക്കെ തിരക്കാണെന്ന് അറിയാം, എന്നാലും സമയം കിട്ടുമ്പോഴൊക്കെ ഒന്ന് വീഡിയോ ഒന്ന് കാണുക. അപ്പോൾ നമ്മളിത് ആദ്യം തന്നെ OHP ഷീറ്റ് ഈ ഒരു ഷേപ്പ് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് OHP ഷീറ്റ് അല്ലെങ്കിൽ വാക്സ് ഷീറ്റോ ക്യാൻവാസിൻ്റെ ഷീറ്റോ എടുക്കാം. OHP ഷീറ്റിനേക്കാൾ നല്ലത് വാക്സ് ഷീറ്റ് ആയിരിക്കും. ഞാനിത് കട്ട് ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലാവുന്നത്. OHP ഷീറ്റിലേക്കാൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്, ഈ ഒരു മോഡൽ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് വാക്സ് ഷീറ്റ് അല്ലെങ്കിൽ ക്യാൻവാസിൻ്റെ ഷീറ്റിലാണ് കേട്ടോ. കാരണം അത് ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് അതിൽ തന്നെ പറ്റുള്ളൂ. ഇത് അങ്ങോട്ട് കറക്റ്റായിട്ട് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. രണ്ട് സൈഡും ഒരേപോലെ കിട്ടണം നമുക്ക്, രണ്ട് പീസും. അപ്പോൾ ഇത് നമുക്ക് ഇതേ രീതിയിൽ വെച്ചിട്ട് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇതൊരു പ്ലാസ്റ്റിക് അല്ലേ. വാക്സ് ഷീറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് ആ കർവ് കറക്റ്റ് കട്ട് ചെയ്യാൻ പറ്റും, നമുക്ക് വളച്ച് പിടിച്ചൊക്കെ കട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ എല്ലാവരും വാക്സ് ഷീറ്റോ ക്യാൻവാസിൻ്റെ ഷീറ്റോ എടുത്തോളൂ കേട്ടോ, അതായിരിക്കും നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പം. പിന്നെ നമുക്ക് പേളിൻ്റെ ബീഡ് വേണം, അതുപോലെ 2 കളർ സ്റ്റോൺ വേണം. സ്റ്റോൺ ഷീറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ കുന്തൻ സ്റ്റോൺ റൗണ്ട് ഷേപ്പിലുണ്ടെങ്കിൽ അതെടുത്താലും മതി. അപ്പോൾ 2 കളറായിട്ട് എടുക്കുക. ഒരു സൈഡിൽ ഒരു കളർ ഒട്ടിക്കുക, അപ്പുറത്തെ സൈഡിൽ വേറെ കളർ ഒട്ടിക്കുക, അതായത് രണ്ടാമത്തെ ഷീറ്റിൽ വേറെ കളർ ഒട്ടിക്കുക. എന്നിട്ട് നമുക്കത് രണ്ടും കൂടി കൂട്ടി ഒട്ടിച്ചെടുക്കണം. പിന്നെ വേണ്ടത് ഐപ്പിന്നും ഹെഡ് പിന്നും ആണ്. ഐപ്പിന്ന് വന്നിട്ട് ഇതേ രീതിയിൽ നമുക്ക് ബീഡ്സ് അതിൻ്റെ ഇടയിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടിഭാഗത്ത് ബീഡ്സ് കൊടുക്കുന്നുണ്ട്. ഹെഡ് പിന്ന് വന്നിട്ട് നമുക്ക് മാലയുടെ ത്രെഡ് കോർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ഷീറ്റിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ആ ഒരു നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അതേ ഷേപ്പിൽ വേണം നമ്മുടെ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. സ്റ്റോൺ ചെയിൻ ആകുമ്പോൾ നമ്മൾ അതേ രീതിയിലൊന്ന് കറക്റ്റ് വെച്ച് കൊടുക്കുക, അതിന് ശേഷം കട്ട് ചെയ്യുക. സ്റ്റോണുകളാണെങ്കിൽ കുന്തൻ സ്റ്റോൺ ആണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും നമുക്ക് ചെയ്യാനായിട്ട്. ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുക, അതിന് ശേഷമൊക്കെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക. അപ്പോൾ ഷേപ്പ് നന്നായിട്ട് വരയ്ക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ കറക്റ്റ് ആ ഷേപ്പ് കിട്ടും. ഞാൻ എന്തെങ്കിലും ടൂളൊക്കെ ഉപയോഗിച്ചാണ് വരയ്ക്കാറ്. ഇന്ന് ഞാൻ ഫ്രീ ഹാൻഡായിട്ട് അതിൽ വരച്ചിട്ട് പിന്നെ ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഷേപ്പ് കറക്റ്റ് ആയിട്ടില്ല, എനിക്ക് ശരിക്കൊന്നും വരയ്ക്കാൻ അറിയില്ല. അപ്പോൾ അതിൻ്റെയാണ് ആ ഒരു ഷേപ്പ് കറക്റ്റ് കിട്ടിയില്ല. ഞാൻ പിന്നെ പറഞ്ഞല്ലോ, OHP ഷീറ്റ് ആകുമ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ് ഷേപ്പിൽ. ഇനി നമ്മൾ കറക്റ്റ് ലെവലാക്കിയതിന് ശേഷം വേണം അടുത്ത ലെയർ ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഒരു 3 ലെയറാണ് നമ്മളിതിനെ ഒട്ടിച്ചെടുക്കുന്നത്. 3 ലെയർ നമ്മൾ ഒരു ഷീറ്റിൽ ഒട്ടിച്ചാൽ അപ്പുറത്തെ ഷീറ്റിലും അതേപോലെ തന്നെ 3 ലെയർ അടുത്ത് സ്റ്റോണും ഒട്ടിച്ചു കൊടുക്കണം. അത്രയേ ഉള്ളൂ, എളുപ്പമാണ് ഇങ്ങനത്തെ മോഡലുകളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരുപാട് മോഡൽസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എളുപ്പം ചെയ്യാൻ പറ്റുന്ന വെറൈറ്റി മോഡൽസാണ്. കഴിഞ്ഞ ദിവസം പാലക്കയുടെ പെൻഡൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒക്കെ ഒന്ന് പോയി കണ്ടോളൂ. നമുക്കിപ്പോൾ വിഷുവാണ് വരാൻ പോകുന്നത്. ഇതേപോലത്തെ മോഡൽസൊക്കെ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. അപ്പോൾ എല്ലാവരും പോയി ഒന്ന് വാച്ച് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വിഷു സ്പെഷ്യലായിട്ട് ഞാൻ കുറച്ച് ജ്വല്ലറീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ മുന്നേ നമ്മൾ ഓണം സീരീസും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോസ് ഒന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ വിഷുവിന് പറ്റുന്ന ഒരുപാട് പാലക്കയുടെ മോഡൽസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പാലക്കയുടെ പെൻഡൻറ്റ് വെച്ചിട്ട് വെറൈറ്റി മോഡലായിട്ട് ഞാൻ പല മാലകളും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇൻവിസിബിൾ ചെയിൻസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് വീഡിയോ പോയി കണ്ടോളൂ, നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഇനി നമുക്കിതാ ഫുള്ളായിട്ട് നമ്മൾ 3 ലെയർ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പീസിൽ ബ്ലൂ കളർ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ സെയിം അതേ ഷേപ്പിൽ തന്നെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. 2 പീസ് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് ഇതിൽ ബാലൻസ് നിൽക്കുന്ന ആ ഒരു ഷീറ്റിൻ്റെ പീസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കാം. ഇനി ആദ്യം നമ്മൾ ഐപ്പിന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ലെങ്ത്തൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് 2 സൈഡിലും വെച്ച് കൊടുത്തിട്ട് വേണം ഈ ഒരു സ്റ്റോണുകൾ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത് പരസ്പരം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ 2 സൈഡിൽ നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ നേരെ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം, എങ്കിലാണ് മാലയുടെ ത്രെഡ് കോർത്തിടാൻ പറ്റുള്ളൂ. B7000 ഗ്ലൂ തന്നെ എടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിനി ഇതിൻ്റെ പേളുകൾ ഒട്ടിച്ചിട്ട് നമ്മൾ ഹെഡ് പിന്നിൽ ഒട്ടിച്ച് അതിൽ അടിയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഗ്ലൂ ഗണ്ണൊക്കെ എടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒട്ടിപ്പോവും. അപ്പോൾ നമുക്കതിൻ്റെ ഗ്യാപ്പിലേക്ക് വെച്ച് കൊടുക്കാൻ പറ്റില്ല. B7000 ആകുമ്പോൾ ഉണങ്ങി കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കതെല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് സെറ്റാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ 2 സ്റ്റോൺ ഷീറ്റുകളും ഒട്ടിച്ച് കൊടുക്കുക. നമ്മൾ സെറ്റാക്കിയ 2 സ്റ്റോൺ ഷീറ്റുകൾ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുക. ആ ഒരു ഗ്യാപ്പ് സൈഡിൽ മാത്രം ഒന്ന് ശരിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ഷേപ്പ്, എന്നാലും കുഴപ്പമൊന്നുമില്ല, അത് കാണുമൊന്നുമില്ല ശരിക്കും. ഇനി നമുക്ക് 2 അറ്റത്തും ഇതുപോലെ ഐപ്പിന്നൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ശ്രദ്ധിച്ച് വെക്കുക, കൈമ പശയായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ് നമുക്ക് മറ്റുള്ള ബീഡ്സൊക്കെ ഒട്ടിച്ചെടുക്കാനായിട്ട്.
അപ്പോൾ ഇത് ഇതുപോലെ ചെരിച്ച് വെച്ച് കൊടുക്കുക, എങ്കിലാണ് ത്രെഡ് നമുക്ക് കോർക്കാൻ പറ്റുള്ളൂ, കോർത്തിടാൻ പറ്റുള്ളൂ. ബാക്ക് ത്രെഡ് ഇതുപോലെ ചെരിച്ചിട്ട് വെച്ച് കൊടുക്കുക. ഇനി ഉണങ്ങാനുള്ള ടൈം കൊടുക്കരുത്, നന്നായിട്ട് ഡ്രൈ ആവാനുള്ള ടൈം കൊടുക്കരുത് ബീഡ്സുകൾ കോർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. പെട്ടെന്ന് തുടക്കം വെച്ച വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, കണ്ടോ. ഇതുപോലെയാണ് നമ്മൾ ബീഡ്സ് അടിയിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിന് ആദ്യം തന്നെ ഇതുപോലെ ഹെഡ് പിൻ എടുക്കുക, അതും നമ്മൾ പറഞ്ഞ പോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റണം ലെങ്ത്ത്. അതിന് ശേഷം നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു ചെറിയ ബീഡ് ഉണ്ടല്ലോ, ആ ബീഡ് കോർത്ത് കൊടുക്കുക. വൈറ്റാണ് എടുത്തിരിക്കുന്നത്, വൈറ്റ് ആകുമ്പോൾ നമുക്ക് ഏത് കളറിനും മാച്ചാണല്ലോ. എന്നിട്ട് നമ്മുടെ ഈ ഒരു സ്റ്റോണിൻ്റെ ആ ഒരു ഗ്യാപ്പിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക, കണ്ടോ. കറക്റ്റ് നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റും. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, കാരണം നമ്മൾ ഒട്ടിച്ചിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്ന് വെച്ചാൽ ഭയങ്കര പ്രസ്സായിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പ്രസ് ചെയ്യരുത്, അപ്പോൾ നമുക്ക് ഇത് കോർത്ത് വെക്കാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒന്ന് ജസ്റ്റ് കണ്ടോ വെച്ച് കൊടുക്കുക, എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഫുള്ളായിട്ട് ഇതുപോലെ തന്നെ എല്ലായിടത്തും വെച്ച് സെറ്റാക്കി എടുക്കണം. കണ്ടോ, അതൊരു ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ആ വൈറ്റ് ബ്ലൂ കോമ്പിനേഷൻ. തിരിച്ച് വൈറ്റിനും ഭംഗിയുണ്ട്. ഇത് ഇങ്ങനെ വെച്ചാൽ മതി, രണ്ട് സൈഡിലേക്കും കണ്ടോ അത് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും, രണ്ട് സൈഡും ഒരേപോലെ തന്നെ വരും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതേ നമ്മൾ കുറച്ച് സെറ്റാക്കിയിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട്. അതും കൂടി വന്നപ്പോഴാണ് ആ മാലയ്ക്ക് ഭംഗി വരുന്നത്. ഈ പേൾ ബീഡ് ഇല്ലാണ്ട് നമുക്ക് വെറുതെ പ്ലെയിൻ ആയിട്ടും ചെയ്യാം കേട്ടോ, അങ്ങനെയും നമുക്ക് ആ മാല സെറ്റാക്കാം. ഇപ്പം നമ്മൾ ആ ചെയ്തെടുത്തിടത്തോളം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ അതിലും കൂടുതൽ ഭംഗി ഈ ഒരു പേൾ ബീഡ് അടിയിൽ വരുമ്പോഴാണ്. ഇനി ഇതിന് പകരം വേണമെങ്കിൽ ഹാങ്ങിങ് ആയ രീതിയിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഹെഡ് പിന്നിലേക്ക് കോർത്ത് കൊടുത്താൽ മതി. ഈ ഒരു ബീഡ് ഹെഡ് പിന്നിൽ കോർക്കുക, അതിന് ശേഷം ആ ഹെഡ് പിന്നിൻ്റെ അറ്റത്ത് നമുക്ക് ഗുങ്കുരിയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഹാങ് ചെയ്തൊക്കെ എടുക്കും, അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പം അതൊക്കെ നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഇതിൽ മാറ്റങ്ങളൊക്കെ വരുത്തി ചെയ്യാം. അപ്പം ഞാനൊരു ഐഡിയ പറഞ്ഞു തരുന്നേ ഉള്ളൂ, അതിൽ ഡിസൈനുകളോ അതിലെന്തെങ്കിലുമൊക്കെ ചേഞ്ചസൊക്കെ വരുത്തി തന്നെ നിങ്ങൾ ചെയ്യുക. അപ്പോഴാണ് അതിനൊരു വെറൈറ്റി ഉണ്ടാവുള്ളൂ. ഞാൻ ചെയ്ത പോലെ തന്നെ ചെയ്യാനൊന്നും ഞാൻ പറയില്ല, കാരണം അതേ മോഡൽ തന്നെ ചെയ്യാതെ നിങ്ങളുടേതായ മാറ്റങ്ങളൊക്കെ വരുത്തി ചെയ്യുക, അപ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഈ ഒരു മോഡലുകളൊക്കെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന മോഡലുകൾ മാത്രമേ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്ന ഐറ്റംസ് വെച്ച്, ഇപ്പോൾ ഒരു ജ്വല്ലറി മേക്കിംഗ് ഒക്കെ ചെയ്യുന്ന വ്യക്തിയുടെ കയ്യിൽ മിനിമം ഉണ്ടാവുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, ഒരു ബേസിക് ആയിട്ട് നമുക്ക് എന്തൊക്കെ വേണം എന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ അതിനൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത് തന്നെ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതല്ല ഇനിയിപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിലും അവർക്ക് പെട്ടെന്ന് വാങ്ങിക്കാൻ പറ്റുന്ന മെറ്റീരിയൽസുകൾ വെച്ചിട്ട് മാത്രമേ നമ്മളെ ചാനലിൽ വീഡിയോസുകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അധികവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ അതേ നമ്മൾ ഫുള്ളായിട്ട് ആ ബീഡ്സും കൂടി അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ നല്ല ഭംഗിയായില്ലേ അതിൻ്റെ ആ ഒരു ലുക്ക്. ആ സ്റ്റോണ്, ആ ബ്ലൂ കളർ സ്റ്റോണിൽ ആ വൈറ്റും കൂടി വന്നപ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗിയായില്ലേ. ഇനി നമുക്കിത് ബാക്ക് ത്രെഡ് വെച്ചിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ബാക്ക് ത്രെഡ് ഇതുപോലെ ഒന്ന് അതിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടാം. അപ്പോൾ ബാക്ക് ത്രെഡ് ചേഞ്ച് ആക്കണം എന്നൊന്നുമില്ല കേട്ടോ, നമ്മളിത് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടാം. ഞാൻ പിന്നെ കഴുത്തിൽ ഇത് കറക്റ്റായിട്ട് തന്നെ കിടക്കുകയും ചെയ്യും. ഞാൻ മോളുടെ കഴുത്തിൽ വെച്ച് നോക്കി, പക്ഷേ ഫോട്ടോ എടുക്കാൻ അവൾ സമ്മതിക്കുന്നുണ്ടായില്ല. അതുകൊണ്ടാണ് ഞാനതിൻ്റെ പിക്ക് കൊടുക്കാഞ്ഞത്. ഇത് കറക്റ്റായിട്ട് തന്നെ നമ്മുടെ കഴുത്തിൽ കിടന്നോളും. അപ്പോൾ ഇതാ നമ്മുടെ മാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. രണ്ട് സൈഡും ഇതാ ഇതുപോലെ തന്നെയാണ് വരുന്നത്, കണ്ടോ. അപ്പോൾ ആ ബാക്ക് ത്രെഡ് ഇട്ടാൽ നമ്മൾ രണ്ട് സൈഡും ഒരേപോലെ തന്നെ നമ്മുടെ കഴുത്തിൽ കിടക്കും. അപ്പോൾ ഇതാണ് മാലയുടെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ പുതിയ മോഡലുകൾക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ പുതിയൊരു ഐറ്റമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.